ലോകത്തിൽ പല രാജ്യങ്ങളുടെയും മേൽ സമ്മർദ്ദം ചെലുത്തി തീരുവ ഏർപ്പെടുത്തിയ ട്രംപിനും പണി കിട്ടി. ചെറിയ പണിയല്ല, 8ന്റെ പണി. ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങൾക്ക് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ നടപടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ട്രംപിന്റെ തീരുവ നടപടികൾ നിയമാനുസൃതമല്ലെന്ന് US സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട 1977 നിയമം ദുരുപയോഗം ചെയ്ത് ട്രംപ് ഏർപ്പെടുത്തിയ വൻ ഇറക്കുമതി തീരുവകൾ സുപ്രീം കോടതി റദ്ദാക്കുകയാണ്. അതായത് ട്രംപ് നിയമം ലംഘിച്ചാണ് ഓരോ രാജ്യങ്ങൾക്കുമേൽ കുതിര കയറിയിരുന്നത് എന്ന് സാരം. ലോകത്തിലെ വ്യാപാര സമൂഹം ഏറെ ആകാംക്ഷയോടെയാണ് ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ നടപടിക്ക് കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 3-നെതിരെ 6 വോട്ടുകൾക്ക് കോടതി ചരിത്രപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. ഭരണനിർവഹണ വിഭാഗം തങ്ങളുടെ അധികാരപരിധി മറികടന്നുവെന്നും നികുതി ചുമത്താനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്കാണ് ഉള്ളതെന്നും ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഈ നികുതി അത്യന്താപേക്ഷിതമാണെന്ന ട്രംപിന്റെ വാദം കോടതി തള്ളിക്കളയുകയായിരുന്നു. ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്നും അങ്ങനെ ചുമത്തുന്നതിനുള്ള അടിയന്തര സാഹചര്യം നിലവിലില്ലെന്നും കോടതി വ്യക്തമാക്കി. വ്യാപകമായ താരിഫ് ഏർപ്പെടുത്തിയതിലൂടെ ട്രംപ് തന്റെ അധികാരപരിധി മറികടന്നെന്ന് സുപ്രീം കോടതി വിലയിരുത്തുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ട്രംപ് ഉയർന്ന ചുങ്കം ഏർപ്പെടുത്തിയതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് നിയമത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ നടപടി. നികുതികളും താരിഫുകളും ഏർപ്പെടുത്താനുള്ള അധികാരം US കോൺഗ്രസിനാണുള്ളത്, അല്ലാതെ പ്രസിഡന്റിനല്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും നിയമലംഘനത്തിനോടൊപ്പം ട്രംപ് അധികാരപരിധിയും ലംഘിച്ചുകൊണ്ടാണ് രാജ്യങ്ങൾക്ക് മേൽ കനത്ത തീരുവ ഏർപ്പെടുത്തിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി ഇന്ത്യയുമായി ഇടഞ്ഞ ട്രംപ് ഇന്ത്യക്കുമേൽ പകര ചുങ്കവും ഏർപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ നടപടിക്കെതിരെ നികുതി വർധനവ് ബാധിച്ച പ്രമുഖ കമ്പനികളും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളും നൽകിയ ഹർജിയിലാണ് US സുപ്രീം കോടതിയുടെ ഈ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ നീക്കങ്ങൾ സജീവമാവുകയാണ് എന്നതിന്റെ തെളിവാണ് ഈ ഹർജി. അതേസമയം ഈ നടപടിക്കെതിരെ ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് ട്രംപ്. 10% കൂടി കൂടുതൽ ആഗോള തീരുവ ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവിൽ താൻ ഒപ്പുവെക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. സുപ്രീം കോടതി വിധിയെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് തീരുമാനം അങ്ങേയറ്റം നിരാശാജനകമെന്നും കോടതിയിലെ ചില ജഡ്ജിമാരെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നും പ്രതികരിക്കുന്നുണ്ട്. സ്വന്തം തെറ്റുമറയ്ക്കാൻ ജഡ്ജിമാരെ വരെ കുറ്റം പറയുന്ന നിലയിലേക്ക് ട്രംപ് അധപ്പതിച്ചുവെന്ന് പറയാം. തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വിദേശ താൽപര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടുവെന്നും ട്രംപ് ആരോപിക്കുന്നു. വിദേശ രാജ്യങ്ങൾ സന്തോഷത്തിലാണ്, എന്നാൽ ആ രാജ്യങ്ങൾക്ക് അധികകാലം ആഘോഷിക്കാൻ കഴിയില്ല. രാജ്യങ്ങളോടുള്ള ധാർഷ്ട്യമാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തന്റെ വ്യാപാര അജണ്ടയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. തീരുവ ചുമത്താൻ കൂടുതൽ ശക്തമായ മാർഗങ്ങൾ ഉണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീരുവകൾക്കായി ബദലുകൾ സ്വീകരിക്കും, ചിലപ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. 2025 ഏപ്രിലിൽ ഉയർന്ന തീരുവ ചുമത്തുന്നതിന്റെ പേരിൽ ഇന്ത്യ അടക്കം 60ഓളം രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു. ഓഗസ്റ്റിൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യക്ക് 25% പകരച്ചുങ്കവും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% പിഴച്ചുങ്കവും വിധിച്ചു. ഈയിടെ പ്രഖ്യാപിച്ച വ്യാപാര കരാറിലൂടെ ഇന്ത്യക്കുള്ള തീരുവ 18% കുറച്ചു. ട്രംപിന്റെ തീരുവകളിലൂടെ ഇതുവരെ $13,300 കോടി US ലഭിച്ചെന്നാണ് ട്രഷറി വകുപ്പിന്റെ കണക്ക്. പണം വാരാൻ രാജ്യങ്ങളുടെ വ്യാപാരത്തെ തുലച്ച് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ക്രൂര നടപടിക്കാണ് ഇപ്പോൾ പിടിവീണത്.